ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ലോഗ്സ്. എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ 2026 വരാൻ പോവാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ 25 ഹാപ്പിലി എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി, പ്രതീക്ഷകളോടു കൂടി നമുക്ക് നമ്മുടെ 26നെ വരവേൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വർഷത്തെ ഒരു ചടങ്ങ് പോലെ നമ്മുടെ 2025 ഒരു റീക്യാപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2025 ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ 2024ലും ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ഒരു 98% ഒക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബട്ട് എൻഡിങ്ങിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിനെസ് ഓവർലോഡഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം ഹാപ്പിനെസ് ഉള്ള ഒരു ടൈമാണ് എൻ്റെ 2025 എൻഡിങ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ കിട്ടാത്ത അത്രത്തോളം സ്ട്രെസ്സായാലും സങ്കടമായാലും അങ്ങനെ ഭയങ്കര ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു എൻ്റെ 2025ൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ഒരു 25ൻ്റെ എൻഡിങ്ങും അങ്ങനെയൊക്കെ തന്നെ ആകേണ്ടതായിരുന്നു. ബട്ട് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ഒരു വർഷമാണ് 2025 എൻഡിങ്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അതിൽ ഏറ്റവും പ്രഷ്യസ് മൊമെൻ്റ് എന്ന് പറയാനുള്ളത് എനിക്കല്ല, നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സിന് വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു 2025 നേടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. നടക്കില്ല എന്നെനിക്കൊരു ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നടന്നാലോ എന്നൊരു പ്രതീക്ഷയോടാണ് ഞാൻ 24ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു 1K സബ്സ്ക്രൈബറൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന്. ബട്ട് എന്താ അറിയില്ല, ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയായിട്ട് തോന്നുന്നുണ്ട്. എന്തോ ഒരു മാജിക് പോലെ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് വിത്തിൻ 2 days ആണ്, 2 ദിവസം കൊണ്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 1.42K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടട്ടെ. ആ ഒരു ആ ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല നല്ല വീഡിയോസ് ഇട്ടാൽ നമുക്ക് ഇനിയും നല്ല നല്ല സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ കേട്ടോ. മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും നാൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും എൻ്റെ കുറേ ആഗ്രഹങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ അതായത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്തിട്ട് നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സാണ് എൻ്റെ ലൈഫിലുള്ളത്. സോ എനിക്ക് ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോഴും എനിക്ക് സന്തോഷത്തിൻ്റെ കൂടെ തന്നെ പേടിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഡൗൺ ആവുമോ അങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് ആഗ്രഹിക്കാൻ പേടിയുള്ള ഒരാളാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാറുമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് പേടിയാണ്. കാര്യം ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പോകാവുന്ന കാര്യങ്ങളുള്ളൂ, അങ്ങനെയൊക്കെ പോകുന്നൊരു പേടിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ 1Kയുടെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. 500ൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര എൻ്റെ മൈൻഡിൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടാണ് ഞാൻ 500Kയുടെ 500ൻ്റെ ഒരു വീഡിയോ ഇട്ടത്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് എന്തോ മൈൻഡിൽ ഞാൻ ഈ കിളിയൊക്കെ പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ. എന്തായാലും സ്റ്റിൽ നൗ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ലക്കി പോലെ എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അന്ന് ഞാൻ 2024ൽ മോണിറ്റൈസ്ഡ് ആയാൽ കൊള്ളാം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ചാനൽ. പക്ഷേ ചാനൽ മോണിറ്റൈസ് ആകാനുള്ള ഒരു ലെവലിലൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ഇയറിൽ മോണിറ്റൈസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ ലക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടും. പിന്നെ നിങ്ങളുടെ നല്ല നല്ല സജഷൻസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ചാനൽ സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം കേട്ടോ. പിന്നെ റീസെൻ്റ്ലി നമ്മളൊരു ഗീവ് അവേ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഗീവ് അവേയുടെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നത് ഉടനെ തന്നെ, അതായത് എന്താണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെന്നുള്ളത് ഉടനെ തന്നെ വീഡിയോസിൽ വരും വീഡിയോസിൽ. ആർക്കാണ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്, ഗിഫ്റ്റ് വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നത് നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷമായിരിക്കും കേട്ടോ. എന്നാണോ 2K സബ്സ്ക്രൈബർ ആകുന്നത് അന്ന് തന്നെ നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഓക്കെ സോറി ഗൈസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് വാല്യുബിൾ കമൻസ് എന്താ പറയുക ആഡാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്നാണ് 2K സബ്സ്ക്രൈബർ ആകുന്നത് അന്ന് നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. ഞാൻ ഫസ്റ്റ് ഈ ഒരു ഗീവ് അവേ കൊടുക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിയാക്ഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ ഒരു ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ ഞാനതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അതൊരു സസ്പെൻസ് ആണ്, അതുകൊണ്ട് എനിക്കത് പൊളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത ന്യൂ ജോയിനേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് അവരോട്. ഇനി നമ്മുടെ വീഡിയോസിൽ വരാൻ പോകുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. നമ്മുടെ വരും വീഡിയോസിൽ പറയാം. പിന്നെ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതായത് വീഡിയോ എടുക്കാനായാലും ആ ഒരു ബാക്ക് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല അധികം. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ബാക്ക് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ബെറ്റർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല, കാര്യം കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ കാണാം. പിന്നെ എന്താ പറയുള്ളത്, ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു 2025 എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ 26 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. 2026 ഈ പറഞ്ഞ പോലെ ചാനലിൻ്റെ കുറച്ച് പ്ലാനിങ്സ് ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ചാനലിൽ 2K സബ്സ്ക്രൈബേഴ്സ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഗീവ് അവേ വെച്ചത്. അതുകൊണ്ട് മാത്രമല്ല 1K സബ്സ്ക്രൈബർ ആയതിന് എനിക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം എന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാനായിട്ട് 2K സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീണ്ടും ഗീവ് അവേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഗീവ് അവേസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ്സ്. അതൊക്കെ എങ്ങനെ എൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി ഞാൻ മുന്നോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ 2025 എനിക്ക് ഫസ്റ്റ് ഞാൻ പറയുന്ന പ്രഷ്യസ് മൊമെൻറ്റ് നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റും കൂടിയാണത്. വേറൊന്നും അല്ല, എൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുള്ള വീഡിയോസും ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ടൈമും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അതും നമുക്ക് സെറ്റാക്കി വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ പരിചയപ്പെടാനായിട്ട് Q&A അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ ഇടും കേട്ടോ. പേഴ്സണലി ഞാൻ എല്ലാ കമൻസും നോക്കി റിപ്ലൈ ഇടുന്ന ആളാണ്. ഇൻ കേസ് ഞാൻ റിപ്ലൈ ഇട്ടില്ലെങ്കിൽ കൂടി റീഡ് ചെയ്യും. ഞാൻ എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുക സമ്മതിക്കുന്നില്ല ഗായ്സ്, ശല്യം ചെയ്യാണ്. എൻ്റെ 2025 വീഡിയോ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഈ 2 പ്രാന്തന്മാർ സമ്മതിച്ചില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2025 എൻഡ് ചെയ്ത് 2026 ആക്കാൻ പോവാണ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.